ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷബീർ പുള്ളിയിൽ. നമ്മുടെയൊക്കെ ജീവിതം ക്ഷണികമാണ്. വളരെ അല്പകാലം മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ളൂ. ഇക്കണക്കിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴൊക്കെയാണ് നാം ചിന്തിക്കാറുള്ളത്? എപ്പോഴൊക്കെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കാറുള്ളത്? ഒരു വിചിന്തനം നടത്താറുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഏത് ജീവിതമാണെങ്കിലും ആരുടെ ജീവിതമാണെങ്കിലും ഒരു കയ്യൊപ്പ് ചാർത്താൻ സാധിക്കണം എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ വയസ്സ് എത്രയായി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ആ വയസ്സുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച വർഷങ്ങൾ, ഈ ലോകത്ത് ജീവിച്ച മാസങ്ങൾ, ഇവിടെ ജീവിച്ച ദിവസങ്ങൾ, ആഴ്ചകൾ, മണിക്കൂറുകൾ, ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നേടിയത്, നമുക്ക് ജീവിതത്തിലുണ്ടായ ലാഭകരമായ കാര്യങ്ങൾ, നമ്മൾ നേടുന്നതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു വെച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് കയ്യൊപ്പ് ചാർത്തൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതൊരു മനുഷ്യനും ജനിക്കുന്നു, മരിക്കുന്നു. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ച പോലെ ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള മഹത്തായ ഒരു കാര്യമുണ്ട്, ജീവിതം. ജനിക്കുന്നു, മരിക്കുന്നു. ജീവിച്ചതിന് എന്താണ് തെളിവ്? ഇതാണ് ചോദ്യം. ഈ ജീവിച്ചതിന് തെളിവുണ്ടാക്കിയത് ആരൊക്കെയാണ്? ഞാനടക്കമുള്ള നമ്മൾ വിചിന്തനം ചെയ്യേണ്ട സമയമല്ലേ ഇത്? ഏത് തരത്തിലാണെങ്കിലും, ആരോഗ്യ മേഖലയിലാണെങ്കിലും, ശാരീരികമാണെങ്കിലും, മാനസികമാണെങ്കിലും, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ? ഇതിന് ചില ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കയ്യൊപ്പ് ചാർത്താൻ സാധിക്കുക? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഒരു സർവീസ് മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതോട് കൂടിയിട്ട് ആ ഹൃദയങ്ങളിൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഒരു മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നിലവാരം ഉയരുകയാണ്. ഇത് മറ്റുള്ളവർ പറയണമെന്ന് കരുതിയോ മറ്റുള്ളവരുടെ ഇടയിൽ ആളാവണമെന്ന് കരുതിയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന സത്പ്രവൃത്തി മോശമായതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇടപെടേണ്ടത്? നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയമാകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ആത്മാർത്ഥമായി നമ്മൾ അത് തീവ്രമായി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമായിട്ടായിരിക്കണം ഇത്തരം സർവീസുകൾ നമ്മൾ കാണേണ്ടത്. സർവീസ് മൈൻഡിനോടൊപ്പം നമുക്ക് കയ്യൊപ്പ് ചാർത്താൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അഥവാ അത് വ്യത്യസ്തമായിരിക്കണം. മറ്റുള്ള ആളുകൾക്ക് നമ്മളെ ആശ്രയിക്കാൻ തോന്നണം. അഥവാ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുമെന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു നിലവാരം നമ്മൾ ഉയർത്തി കൊണ്ടുവരികയാണ് പേഴ്സണാലിറ്റിയിൽ വേണ്ടത്. അപ്പോൾ സ്വാഭാവികതയിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു കയ്യൊപ്പ് ചാർത്താൻ സാധിക്കുന്നതെന്ന് മാത്രമല്ല, കൂട്ടത്തിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കുന്നതോടൊപ്പം ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും എന്നതാണ്. വേറെ ഒരു കാര്യം എന്നുള്ളത് സർഗാത്മകമായ ഇടപെടലാണ്, രചനാ വൈഭവമാണ്. രചനയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എഴുത്തിനുള്ള കഴിവുണ്ടെങ്കിൽ, സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഏത് കഴിവാണെങ്കിലും അത് പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് നമ്മൾ ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള സ്കിൽ പുറത്തെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വലിയൊരു നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. ഇതും ഒരു കയ്യൊപ്പ് ചാർത്തലായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നുള്ളതിലുപരി ആയിക്കൊണ്ട് നമ്മുടെ കരിയർ ആവട്ടെ, നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, നമ്മുടെ ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഇവർക്ക് പ്രത്യേക ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കണം എന്നതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ശരിയാണ്, ഞാൻ മാത്രമാണ് ശരി എന്നതിൽ നിന്ന് മാറി ഞാൻ ശരിയാണ്, ഓക്കെയാണ്, പക്ഷെ അവരും ശരിയാണ്, എല്ലാവരും ശരിയാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ
വില ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ്, നമ്മുടെ വാല്യൂ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് നമുക്കതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ചുരുക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മാനസിക സംതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. നമ്മൾ കുറേ ശമ്പളം വാങ്ങുന്നു അല്ലെങ്കിൽ കുറേ പണം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഉപരിയായിക്കൊണ്ട് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എത്രത്തോളം അത് സംതൃപ്തി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ആ നോക്കിയതിൽ നിന്ന് നമുക്ക് ഏറ്റവും മാനസിക സംതൃപ്തിയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തിക്കൊണ്ട് അത് ചെയ്യുന്നതിനും അതിൽ സംതൃപ്തരാകുന്നതിനും അതിൽ വ്യാപൃതരാകുന്നതിനുള്ള ഒരു സ്കില്ലാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കേണ്ടത്. അതുപോലെ തന്നെ തനിക്ക് എന്ത് നേട്ടം എന്നതിലൊപ്പം തന്നെ ഏതൊരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും അതിൽ എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ എന്ത് സർവീസാണ് ചെയ്തത് എന്നുള്ള കൂടി ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, നോ ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ജനിച്ചു മരിച്ചു എന്നുള്ളതിൻ്റെ ഇടയിലുള്ള ആ മഹത്തായ ജീവിതത്തിൽ എന്തു ചെയ്തു എന്നുള്ളതിൽ ഉപരിയായിക്കൊണ്ട് ജീവിതത്തിന് അർത്ഥവത്തായ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടും ജീവിച്ചതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു സംഭവ ബഹുലമായ രീതിയിലേക്കുള്ള ഒരു ജീവിതത്തെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.